എല്ലാവർക്കും കോട്ടയക്കാടെന്ന് കേട്ടാ വലിയ പേടിയാ. പക്ഷെ സത്യത്തിൽ അതല്ല പേടിക്കേണ്ടത്. കൂനിക്കാടുണ്ടല്ലോ, അതാ പേടിക്കേണ്ടത്. എവിടെ നോക്കിയാലും കെണിക്കുഴികളും വഴുക്കുന്ന പാറയും. അവിടേക്ക് പോയി ഒറ്റ ഒരുത്തരും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അതെന്തേലും ആട്ടെ, നമുക്ക് പോവാം. വാ. ശബ്ദം കേട്ടില്ലേ? വേളന്നൂരിലെ ഫോറസ്റ്റുകാരനെ ആരോ കൊന്നു കളഞ്ഞ്. അധികാരികളെ പെട്ടെന്ന് വിവരം അറിയിക്കണം. വേഗം അങ്ങോട്ട് കൊണ്ടുപോ. ഇനി എന്റെ കള്ളൊന്നുമില്ല, അങ്ങോട്ടൊന്നും ഇനി പോകണ്ട. പറ്റില്ല, കൊണ്ടുപോ. എന്നെ കൊണ്ടൊന്നും വരാൻ പറ്റുമോ? കൊണ്ടുപോകാൻ പറഞ്ഞ കേട്ടില്ലടാ. ഇതെന്ത് ശബ്ദത്തിലൊരു മാറ്റം? കൊണ്ടുപോ. ശരി, നടക്കടാ. എടാ, ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി എന്നെ എവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നതല്ലേ, ഇനി എനിക്ക് വഴി തെറ്റൂടാ. അതൊന്നും കുഴപ്പമില്ല, മര്യാദക്ക് വീട്ടിലിരുന്നവനാ. ആര് കൊന്നു എങ്ങനെ ചത്തു? വേളാനൂരിന്ന് ബോഡി ആംബുലൻസിൽ താഴേക്ക് കയറ്റി വിട്ടിട്ടുണ്ട്. 4 മണിക്കൂറിനകത്ത് എത്തും. പോസ്റ്റ്മോർട്ടം ചെയ്ത് റിപ്പോർട്ടൊന്ന് അയച്ചാൽ മതി. നിങ്ങൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഏയ് വേണ്ട സർ, അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ നോക്കിക്കോളാം. എനിക്ക് റിപ്പോർട്ട് മാത്രം ഒന്ന് അയച്ചാൽ മതി. താങ്ക്സ് സർ. നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ പറയേണ്ടതെന്ന് അറിയാലോ. അതുപോലെയൊക്കെ എനിക്ക് സംഭവിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ വിചാരിച്ചാലേ നടക്കൂ. എനിക്ക് വേണമെങ്കിൽ എൻ്റെ വീടിന് ചുറ്റും പോലീസ് കാവൽ വെക്കാം. പക്ഷെ എനിക്കതിൽ വിശ്വാസമില്ല. നിങ്ങളെനിക്ക് വിശ്വാസം അറിയാലോ. ഇന്നൊരു രാത്രി രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി, പിന്നെ എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സാറിന് എന്ത് സംഭവിച്ചാലോ അത് ഞങ്ങളെ മറികടന്ന് വേണം സംഭവിക്കാൻ. കത്തി, കമ്പ്, കോടാലി എല്ലാം എടുത്തോണ്ട് സാറിന്റെ വീട്ടിലേക്ക് പോകാം. വാ മുത്തു. സാറേ ഇങ്ങുവാ. പിന്നെ വേറൊരു കാര്യമുണ്ട്. തനിക്ക് പരിചയമുള്ള ആരെങ്കിലും പ്രേതത്തെ ഓടിപ്പിക്കാൻ പൂജ ചെയ്യുന്നവരായിട്ടുണ്ടോ? ഉണ്ട് സാറേ. എന്നാ രാത്രി അവരോട് വരാൻ പറ. ശരി സാറേ. ശരി. നീ എന്താ ഇവിടെ? എന്താ സാറേ, നാട്ടുകാർ പലതും പറയുന്ന കേട്ടല്ലോ. സാറിന്റെ കൂടെയുള്ള ആള് ചത്തുപോയെന്നൊക്കെ. അവ മരിച്ചു. ഒരു പിടിയും കിട്ടുന്നില്ല. എനിക്ക് ഒരു ദിവസം ബാക്കിയുള്ളൂ പറയുന്നത്. ഇന്നത്തെ ഒരു രാത്രി എങ്ങനെയും രക്ഷപ്പെട്ട പിന്നെ പ്രശ്നമല്ല. നിന്റെ നാട്ടുകാരോട് വരാൻ പറഞ്ഞിട്ടുണ്ട് കാവല് നിൽക്കാൻ. എന്നാ പിന്നെ നീ വന്നേക്ക് രാത്രി അങ്ങോട്ട്. നീ എൻ്റെ അടുത്തുണ്ടെങ്കിൽ പിന്നെ സമയം പോകുന്നറിയില്ല. അതുകൊണ്ടാ. അവിടേക്ക് എന്റെ ഗ്രാമത്തിലുള്ള ആൾക്കാർ വരുമെന്നല്ലേ പറഞ്ഞേ, പിന്നെ ഞാനെങ്ങനെ വരാനാ? അതൊന്നും നീ വലിയ കാര്യമാക്കണ്ട. പുറകിൽ വാതിൽ വഴി കയറിയാ പോരെ. നീ എന്തായാലും വരണേ, നിനക്ക് വേണ്ടി കാത്തിരിക്കും ഞാൻ. വരില്ലേ? എന്നാ പോട്ടെ. എടോ, ഒന്നും കാണുന്നില്ല. താൻ എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നേ? നീ മിണ്ടിപ്പോരുത്. നീ വേണ്ട വേണ്ടെന്ന് പറഞ്ഞതല്ലേ, എന്നെ ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നല്ലേ നീ. മനുഷ്യനാണെ കണ്ണും കണ്ടുകൂടാ. നോക്കിയേ, എവിടെ ഇരിക്കുന്നോ അവിടെ തന്നെ ഇരുന്നോണം. വെളിച്ചം വരുന്നവരെ അനങ്ങിപ്പോരുത്, അല്ലെങ്കിൽ വെളുക്കുമ്പോ കൊക്കേ കിടക്കും. കാരണം നിങ്ങളുടെ മരണം നിശ്ചയം. കള്ളും പെണ്ണും കൂടിയുള്ളപ്പോ സമയം പോകുന്ന അറിയില്ലെന്ന് വെച്ചാൽ അവളോട് വരാൻ പറഞ്ഞപ്പോ അവളിത് എവിടെ പോയി കിടക്ക? പക്ഷെ ഇങ്ങനാണെങ്കിൽ എഴുന്നേറ്റല്ലോ. ഇനി എന്താ ചെയ്യാ? ഇനി ഇവിടുന്ന് പോയി ഇയാൾ ഉറപ്പായിട്ടും പിടിക്കും. തൽക്കാലം കിടന്ന് ഉറങ്ങുന്ന നല്ലത്. അവിടെ ഇരിക്കുകയാണല്ലേ. നാട്ടുകാരെ പേടിച്ച് അവിടെ ഇരുന്ന എങ്ങനെ ശരിയാവുക? ഞാൻ വരാം. മുത്തു. സാറേ, എന്താ സാറേ? അവിടെ എന്തോ ശബ്ദം കേട്ടില്ലേ? പിന്നെ ഇവിടെ എന്താ ചെയ്യുന്നേ? അവിടെ ഒന്ന് പോയി നോക്ക്. പോയി നോക്കടാ, വാടാ.
വെളിച്ചം വന്നല്ലോ. എങ്ങോട്ട് നോക്കി? കണ്ടിട്ട് ശരിക്കും ഒരു ചുടലപ്പറമ്പ് പോലെയല്ലേ? എടോ എന്താടോ ഒന്ന് എഴുന്നേറ്റ് വന്നേ. എന്താടോ കുന്തം അടഞ്ഞു വെച്ചിരിക്കുന്നത്? വാ. രാത്രി ഇവിടെയാണല്ലേ കൊണ്ടുവന്നിരുത്തിയേ. നേരെ പൊക്കോ. നീ പറഞ്ഞ വേളന്നൂർ ഫോറസ്റ്റ് ഓഫീസിലെത്തും. എന്നെ ഭീഷണിപ്പെടുത്തും അല്ലേ? ഇനി അവിടെ പോണേ ഇവിടെ പോണെന്ന് പറഞ്ഞ് എന്റെ മുമ്പിൽ വരുമല്ലോ. അപ്പൊ ഞാൻ കൊണ്ടുപോവാ കേട്ടോ. നമ്മുടെ ഫോറസ്റ്റ് ഓഫീസറെ ഏതോ മൃഗം കടിച്ചു കൊന്നെന്ന്. ആണോ? സാറന്മാരൊന്ന് വിവരം അറിയിച്ചേക്ക്. ശരി ശരി. ഏതാണ് നീ? കമൽ ശ്രീനിവാസൻ IPS സ്പെഷ്യൽ ടീം ക്രൈം ബ്രാഞ്ച്. ഡോ, ഇവിടെ നടക്കുന്ന കൊലകൾക്കും തനിക്കും എന്താ ബന്ധം? ആ? എവിടെ വന്ന് ആരോടാണ് സംസാരിക്കുന്നത്? ഞങ്ങളുടെ ആൾക്കാരെ കയ്യിൽ എന്നാ ഒന്ന് കാണാം. വാ, നോക്കാം. ഇവന്മാർക്ക് ഏതാടാ? ദേ കയ്യില് തോക്ക്. എന്തായിടോ അന്വേഷണമൊക്കെ? സർ, ഇയാൾക്കും കൊലപാതകങ്ങൾക്ക് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇയാളുടെ മകനെ സംശയിച്ച് ഞങ്ങൾ കൊണ്ടുപോയി ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പരാതി എഴുതി കൊടുത്ത ഇയാൾ തന്നെ. ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിയാ പറഞ്ഞേ. എന്നിട്ട് എന്റെ തലയ്ക്ക് നേരെ തന്നെ തോക്കിക്കൊണ്ടാണല്ലേ നീ പുഴുത്ത് ചാവൂടാ. അയ്യോ, നീ പുഴുത്ത് ചാവൂടാ, പുഴുത്ത് ചാവും. കമൽ ശ്രീനിവാസൻ, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്. കാട്ടിലെ കുറ്റകൃത്യങ്ങൾ തടയാൻ സ്പെഷ്യൽ ട്രെയിനിങ് കിട്ടിയ ആളാണ് ഞാൻ. ഇതുവരെ തനിക്ക് കിട്ടിയ ട്രെയിനിങ് ഒക്കെ മനുഷ്യർക്കെതിരെ പ്രയോഗിക്കാൻ മാത്രമേ പറ്റൂ. പക്ഷേ എന്നെങ്കിലും ഒരു ദിവസം നിനക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ആ കാട്ടി കണ്ടെന്നിരിക്കും. അപ്പോൾ ഈ ട്രെയിനിങ് ഒന്നും വർക്കൗട്ട് ആവില്ല. അതിനായിട്ട് ചില മെത്തേഡ്സ് ഉണ്ട്. അതിപ്പോ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാൻ പോവാ. ഇത് യൂസ് ചെയ്ത് നിന്റെ മുമ്പിൽ കാട്ടിലെ ഒരു ഭീകര ജീവി വന്നാൽ പോലും നിനക്കതിനെ എതിർക്കാൻ സാധിക്കും. അതിപ്പോ കയ്യിലൊരു ആയുധം ഇല്ലെങ്കിൽ പോലും. ട്രെയിനിങ് കഴിഞ്ഞ ഉടനെ എനിക്ക് കിട്ടിയ ആദ്യത്തെ കേസ് കോട്ടേക്കാടിൽ നടക്കുന്ന തുടർച്ചയായ കൊലപാതകങ്ങളാണ്. ബട്ട് ഇതെന്റെ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ് ഇവർക്ക് ആർക്കും ഇഷ്ടമല്ല. കാരണം ഇതിനു മുൻപ് ആ കാട്ടിലേക്ക് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞു പോയവരാരും തിരികെ വന്നിട്ടില്ല. അഥവാ തിരിച്ചു വന്നെങ്കിലും അവരുടെ എല്ലാം മരണം ദുരൂഹമായാണ് സംഭവിച്ചത്. ഇതെല്ലാം കേട്ടതുകൊണ്ട് തന്നെയാണ് ഈ കേസ് എടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചത്. എടുത്തു. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ കേസ് ആയതുകൊണ്ടാണ് ഒരു ടീം ഉണ്ടാക്കി ഇൻവെസ്റ്റിഗേഷൻ വേറെ രീതിയിൽ ആരംഭിച്ചത്. ആ സമയത്താണ് കതിരവന്റെ ഫാമിലിക്ക് മേലെ എനിക്കൊരു ഡൗട്ട് വന്നത്. ഇൻവെസ്റ്റിഗേഷൻ നടത്തിയപ്പോൾ അവരും അല്ലെന്ന് മനസ്സിലായി. കോട്ടേക്കാടിൽ നടന്ന കൊലകൾ പോലെ വേലന്നൂരിലും 2 ഫോറസ്റ്റ് ഓഫീസേഴ്സ് മരണപ്പെട്ടിട്ടുണ്ട്. ഈ കൊലപാതകങ്ങളുടെ എല്ലാം പിന്നിൽ ആരാണ്? അതിനുള്ള മോട്ടീവ് എന്താണ്? സദാശിവ, അയാളെ വിട്ടേക്ക്. യെസ്, പറയൂ സർ. കമൽ ശ്രീനിവാസൻ, അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടക്കുന്നത്? ഞാൻ അവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുകയാണ്? ഞാൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർ. ഇതിനു മുമ്പ് കോട്ടക്കാട്ടിലുള്ളവർ മാത്രമാണ് മരിച്ചോണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ ഫോറസ്റ്റ് ഓഫീസേഴ്സ് 2 പേര് തന്നെ അല്ല സർ, അതൊന്നും എനിക്കറിയില്ല. തനിക്ക് ഞാൻ 2 ദിവസം സമയം തരും. അതിനു മുമ്പ് അക്യൂസ്ഡ് ആരാണെന്ന് കണ്ടുപിടിച്ചിരിക്കണം. ഐ ഡോണ്ട് വാണ്ട് എനി എക്സ്പ്ലനേഷൻ. തീർച്ചയായും കണ്ടുപിടിച്ചിരിക്കും സർ. സർ, കോട്ടേക്കാട് മലയിൽ ഇയാളെന്തോ കണ്ടത്. മലയിൽ താൻ എന്തോ കണ്ടേ? എടോ സദാശിവ, ആ മലയിൽ അതിന് മാത്രം എന്താ ഉള്ളേ? അത് കണ്ടുപിടിക്കാതെ ഞാൻ അടങ്ങില്ല.
ഈ കാടിന്റെ മറുഭാഗത്ത് എന്താണുള്ളതെന്ന് മനസ്സിലാക്കാൻ തുനിഞ്ഞിറങ്ങിയ ഇവരുടെ തീരുമാനം അവരുടെ ജീവിത പാത തന്നെ